എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഡോക്ടർ ഇൻല മേരി ജോബ്സൺ, ആയുർജൻ ക്ലിനിക് പത്തനംതിട്ട. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഫാറ്റി ലിവർ. ഈ ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇപ്പോൾ വളരെ കോമൺ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ചെറുപ്പക്കാരിൽ വരെ നമ്മളിത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ എന്താണ് ഫാറ്റി ലിവർ, അതുപോലെ തന്നെ എന്തുകൊണ്ട് വരുന്നു, എന്തൊക്കെ കാരണങ്ങളാണ്, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എങ്ങനെ നമുക്ക് മാനേജ് ചെയ്യാം എന്നാണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യമാണ് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് മനസ്സിലാക്കി തരാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് ഇന്നത്തെ ടോപ്പിക്കിലോട്ട് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് ഫാറ്റി ലിവർ രണ്ടായി ഡിവൈഡ് ചെയ്യാം. അതിൽ ഒന്നെന്ന് പറയുന്നത് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവറും രണ്ടാമത്തേത് ആൽക്കഹോളിക് ഫാറ്റി ലിവറും. നിങ്ങൾക്ക് പേര് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാവും. ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഒരുപാട് മദ്യപാനം മൂലം ഉണ്ടാകുന്ന ഫാറ്റി ലിവർ ഇഷ്യൂ ആണ്. ഇനി നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ എന്ന് പറയുന്നത് ഇവർ പൊതുവെ മദ്യപാനം കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല, പക്ഷെ വേറെ കുറച്ച് കാരണങ്ങളാണ്. ഒന്ന് ഒബേസിറ്റി, അതായത് അമിതവണ്ണം, പൊണ്ണത്തടി കാര്യങ്ങളൊക്കെ ഒബേസിറ്റി. രണ്ടാമത്തേത് ഷുഗർ പ്രശ്നങ്ങൾ, ഡയബറ്റിസ് റിലേറ്റഡ് ആയിട്ട്. ഇനി അടുത്ത കാര്യമാണ് മെറ്റബോളിക് സിൻഡ്രം. അപ്പൊ നോൺ ആൽക്കഹോളിക് വരുന്ന കുറച്ച് റീസണുകളാണ്. ഒന്ന് ഒബേസിറ്റി, അതായത് പൊണ്ണത്തടി, അമിതവണ്ണം കാര്യങ്ങൾ. രണ്ടാമത്തേത് ഡയബറ്റീസ്. മൂന്നാമത്തേത് മെറ്റബോളിക് സിൻഡ്രം. ഇനി ആൽക്കഹോൾ ഫാറ്റി ലിവർ എടുത്തു നോക്കുകയാണെങ്കിൽ എക്സസീവ് ആൽക്കഹോളിക് ഇൻടേക്ക്, അതായത് അമിതമായിട്ടുള്ള മദ്യപാനം കാരണം ആൽക്കഹോൾ. അപ്പോൾ ഒരുപാട് മദ്യപാനം ആകുമ്പോൾ ഈ ഫാറ്റ്, അതായത് കൊഴുപ്പ് കാര്യങ്ങളൊക്കെ ലിവറിൽ അടിഞ്ഞുകൂടി ഉണ്ടാകുന്ന ഫാറ്റി ലിവർ. ഈ രണ്ട് കാര്യങ്ങളും കൃത്യസമയത്ത് ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ, അതായത് നിങ്ങൾ അറിയുമ്പോൾ തന്നെ ട്രീറ്റ്മെന്റ് കാര്യങ്ങൾ എടുത്തില്ല, വിടുവാണേൽ ഇത് കുറച്ച് നാൾ കഴിയുമ്പോൾ വളരെ സിവിയർ ആയിട്ട് തുടങ്ങും. ലിവർ സിറോസിസിലോട്ട് പോകാം, അതുപോലെ തന്നെ പലപ്പോഴും ക്യാൻസർ രീതിയിലോട്ട് പോകാൻ ചാൻസ് ഉണ്ട്. ഇനി നമുക്ക് ഫാറ്റി ലിവർ വരാനായിട്ടുള്ള കുറച്ച് കാരണങ്ങൾ തന്നെ നോക്കാം. അപ്പൊ ആദ്യത്തേല് നമ്മൾ ആ ക്ലാസിഫിക്കേഷനിൽ തന്നെ മനസ്സിലാക്കി. ഒബേസിറ്റി ഒരു കാരണമാണ്, ഡയബറ്റീസ്, മെറ്റബോളിക് സിൻഡ്രം, അതുപോലെ തന്നെ ആൽക്കഹോളിക് കൺസപ്ഷൻ. അപ്പോൾ നമുക്ക് ഒരു വിധത്തിൽ പറയുകയാണെങ്കിൽ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ, അതായത് ഒബേസിറ്റി എന്ന് പറയുമ്പോൾ സെഡൻഡറി ലൈഫ് സ്റ്റൈൽ നമുക്ക് ഇതിൽ പെടുത്താം. അതായത് വ്യായാമം ഒന്നുമില്ലാതെ ഓവർ ഈറ്റിംഗ് കാരണം, അതുപോലെ തന്നെ ഷുഗർ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ഒരുപാട് കഴിക്കുമ്പോൾ, ഒരുപാട് ജങ്ക് ഫുഡ് കാര്യങ്ങൾ കഴിക്കുമ്പോഴും നമുക്ക് ഈ ഫാറ്റി ലിവറിന്റെ പ്രശ്നം വരുന്നതാണ്. അപ്പോൾ അൺഹെൽത്തി ഡയറ്റ് കൂടി നമുക്ക് ഇവിടെ എഴുതാം. അതായത് നമ്മുടെ ഡയറ്റിൽ ഒരുപാട് ഷുഗർ അടങ്ങിയിട്ടുണ്ടെങ്കിൽ, റിഫൈൻഡ് കാർബ് അടങ്ങിയിട്ടുണ്ടെങ്കിൽ, ഒരുപാട് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണമാണെങ്കിൽ, പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഡയബറ്റീസ്, കൊളസ്ട്രോള്. അപ്പൊ ഇത്ര കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് ഫാറ്റി ലിവർ വരാനായിട്ടുള്ള കാരണങ്ങൾ. ഇനി എന്തൊക്കെയായിരിക്കും ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ? അതിൽ മെയിൻ ആയിട്ട് ഒരുപാട് ക്ഷീണം തോന്നുക, ടയേർഡായിട്ട് എപ്പോഴും ഫീൽ ചെയ്യുക, അതുപോലെ തന്നെ പെട്ടെന്ന് ഒരു വെയിറ്റ് ലോസ് സംഭവിക്കുക. എല്ലാവരിലും വെയിറ്റ് ലോസ് സംഭവിക്കണം എന്നില്ല കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ റൈറ്റ് സൈഡ് അബ്ഡോമൻ റീജിയനിൽ ഒരു വേദന തോന്നുക. പിന്നെ എൻലാർജ്ഡ് ലിവർ, അതായത് ലിവറിന്റെ ആ പോർഷൻ വീർത്ത് വീർത്ത് വരിക. ഇതൊക്കെയാണ് ഈ ഫാറ്റി ലിവറിന്റെ ലക്ഷണങ്ങൾ. പലപ്പോഴും യാദൃശ്ചികമായിട്ട് ടെസ്റ്റുകളിലോ അല്ലെങ്കിൽ അൾട്രാസൗണ്ട് സ്കാനുകളിലോ ഒക്കെയാണ് നമ്മൾ കൂടുതലും അറിയാറ്. അപ്പോൾ ഈ ഒരു കാര്യങ്ങളാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. ഇനി എങ്ങനെ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാം? ഫസ്റ്റ് തന്നെ നമുക്ക് ബ്ലഡ് ടെസ്റ്റ് യൂസ് ചെയ്യാവുന്നതാണ്. ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുവാണെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ ഉണ്ടോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെയുള്ള ഒരു മെത്തേഡാണ് അൾട്രാസൗണ്ട് സ്കാൻ. അതിൽ കൃത്യമായിട്ട് നമുക്ക് ഏത് സ്റ്റേജാണ് കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാനായിട്ടും സാധിക്കും. പിന്നെ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ട് നല്ല രീതിയിൽ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കണമെന്നുണ്ടെങ്കിൽ MRI, CT സ്കാനുകളും നമുക്ക് യൂസ് ചെയ്യാം. ഇനി നമുക്ക് ഫാറ്റി ലിവറിന്റെ പ്രിക്കോഷൻസ്, അതുപോലെ തന്നെ എങ്ങനെ പ്രിവെന്റ് ചെയ്യാന്നുള്ളത് നോക്കാം. ഫസ്റ്റ് തന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ടത്, നമുക്ക് വന്ന് ട്രീറ്റ്മെന്റ് എടുക്കുന്നതിനേക്കാളും വളരെ നല്ലതാണ് വരാതെ നോക്കുക. അപ്പോൾ അതിനു വേണ്ടി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുക. നിങ്ങളുടെ ഡയറ്റ് ആയിരിക്കാം, നിങ്ങൾ എക്സസൈസ് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലെങ്കിൽ അത് ആദ്യം തന്നെ കറക്റ്റ് ചെയ്യുക. ഫസ്റ്റ് തന്നെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച്, അതിൽ പെടുന്ന കാര്യങ്ങളാണ് ഡയറ്റ്. ഒരുപാട് അൺഹെൽത്തി അല്ലാത്ത ഒരു ഡയറ്റ് ഫോളോ ചെയ്യുക. ഷുഗർ കാര്യങ്ങളൊക്കെ ഒഴിവാക്കുക, റിഫൈൻഡ് കാർബ്സ് ഒഴിവാക്കുക, നല്ല ഫാറ്റ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ചീത്ത ഫാറ്റിനേക്കാളും കുറച്ചും കൂടി നല്ല ഫാറ്റ് കാര്യങ്ങളൊക്കെ എടുക്കുക. നിങ്ങളുടെ ഡയറ്റ് പ്രോപ്പർ ആയിട്ട് നോക്കുക. കൂടുതലും ഒരു വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ അടങ്ങിയിട്ടുള്ള ഡയറ്റിലോട്ട് മാറുക. അതുപോലെ തന്നെ എക്സസൈസ് ചെയ്യാത്തവരാണെങ്കിൽ എക്സസൈസ് കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങുക. നിങ്ങൾക്ക് ഓവർ വെയിറ്റ് കാര്യങ്ങളുണ്ടെങ്കിൽ അത് നോർമൽ വെയിറ്റിലോട്ട് എത്തിക്കുക. ഡെയിലി ഒരു 30 മിനിറ്റ്സ് എക്സസൈസ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ ഡയറ്റിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളാണ് പ്രോട്ടീൻ, അതുപോലെ തന്നെ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ധാരാളം അടങ്ങിയിട്ടുള്ള ഡയറ്റ്.
കഴിക്കാനായിട്ട് നോക്കുക. ഗുഡ് ഫാറ്റ് അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്, നിങ്ങൾക്ക് ഡയബറ്റീസ്, കൊളസ്ട്രോൾ കാര്യങ്ങൾ ഉള്ളവരാണെങ്കിൽ അത് കൺട്രോൾ ചെയ്ത് മാനേജ് ചെയ്ത് പോകാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഫാറ്റ് ലിവർ ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഡോക്ടറുടെ കൺസൾട്ടേഷൻ എടുത്ത് ക്വാളിഫൈഡ് ആയിട്ടുള്ള ഒരാളുടെ അടുത്ത് നിന്ന് എങ്ങനെയാണ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ വിശദമായിട്ട് മനസ്സിലാക്കാനായിട്ടും ശ്രമിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് എന്താണ് ഫാറ്റ് ലിവർ, എങ്ങനെ വരുന്നു, എന്തൊക്കെയാണ് ലക്ഷണങ്ങൾ, എങ്ങനെ മാനേജ് ചെയ്യാന്നുള്ളത് മനസ്സിലായി കാണും. നിങ്ങൾക്ക് ഇതുപോലെ ഫാറ്റ് ലിവർ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നവരാണെങ്കിൽ താഴെ കാണുന്ന നമ്പറിലേക്ക് നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇതുപോലെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരാം. ദിസ് ഇസ് ഡോക്ടർ ഇല്ല മേരി ജോബ്സൺ സൈനിങ് ഓഫ്.